തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറും കുഞ്ഞിന്റെ അമ്മ ശ്രീതുവും തമ്മിൽ എന്താണ് ബന്ധം? കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ ശ്രീതുവിന് പങ്കുണ്ടോ? ഇരുവരും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാറിനെ പ്രതി ചേർത്ത് വൈകാതെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. അതേസമയം ജോലി വാഗ്ദാനം ചെയ്തുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുട്ടിയുടെ അമ്മയെ പ്രതി ചേർത്ത് മറ്റു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭർത്താവിൻ്റെ ബന്ധുവായ പോലീസുകാരന് 35 ലക്ഷം രൂപ കൈമാറിയെന്ന യുവതിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തു. ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ദാരുണ സംഭവം നടന്നത് കഴിഞ്ഞ 30-നായിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പോലീസ് കണ്ടെത്തി. എങ്കിലും ഉയർന്ന ദുരൂഹതകൾ അവശേഷിച്ചിരുന്നു. പ്രതി ഹരികുമാർ കഴിഞ്ഞ 6 ദിവസമായി പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പ്രതിയെ നിരീക്ഷിക്കുകയും ചെയ്തു. ഹരികുമാർ ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് ഇയാളെ മാത്രം പ്രതി ചേർത്ത് കുറ്റപത്രം നൽകാൻ തീരുമാനിച്ചത്. പ്രതിയും സഹോദരിയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും കുഞ്ഞ് തടസ്സമായതിനാലാണ് കിണറ്റിൽ എറിഞ്ഞതുമെന്നാണ് മൊഴി. കൊല നടക്കുന്ന ദിവസവും വഴിവിട്ട ബന്ധത്തിന് പ്രേരിപ്പിച്ചുവെന്നും വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ ആവശ്യപ്പെട്ടിരുന്നതായും വ്യക്തമായി. മുറിയിൽ ശ്രീതു എത്തിയപ്പോൾ കുഞ്ഞ് കരഞ്ഞത് ഹരികുമാറിനെ ചൊടിപ്പിച്ചു. ഇതാണ് കൊലയ്ക്ക് കാരണമായത്. ശ്രീതു ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലവിൽ റിമാൻഡിലാണ്. 10 ലക്ഷം രൂപ തട്ടിയെടുത്തതിനും വ്യാജരേഖ ചമച്ചതിനുമായിരുന്നു അറസ്റ്റിലായത്. അതേസമയം ശ്രീതുവിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു. 35 ലക്ഷം രൂപ തട്ടിയെടുത്തത് പോലീസുകാരനെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. നേരത്തെ ജോൾസൻ ശംഖുമുഖം ദേവിദാസനാണ് പണം തട്ടിയതെന്നായിരുന്നു ശ്രീതു പറഞ്ഞിരുന്നത്. പോലീസുകാരനെതിരെയുള്ള പരാതി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.